തലച്ചോറിലേക്ക് സ്വാഗതം. കോഴിക്കോടൻ കാഴ്ചകൾ തുടരുകയാണ്. ഇപ്പോൾ ഇതാ പരപ്പനങ്ങാടി ബീച്ചിൽ നിന്നും ഞങ്ങളിതാ മുന്നോട്ട് കടലുണ്ടി ബേർഡ് സാങ്ച്വറി അവിടേക്ക് പോവുകയാണ്. കാര്യം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കടലുണ്ടി. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് കടലുണ്ടി. ഏതായാലും കടലുണ്ടിയിലേക്കുള്ള റോഡ് കാഴ്ചകൾ നമുക്ക് ആദ്യം കാണാം. ഒരു ബോർഡ് കാണാം, ആലുങ്ങൽ ബീച്ച് ജംഗ്ഷൻ, ആനങ്ങാടി ബീച്ച്. അടുത്തടുത്ത് ബീച്ചുകളാണ് കേട്ടോ, ഇഷ്ടംപോലെ ബീച്ചുകളുണ്ട്. ഇവിടെ നിന്ന് ഉദ്ദേശം 7-7.5 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഒരാൾ പറഞ്ഞത്, കൃത്യമായിട്ട് അറിയില്ല. കടലുണ്ടിയിലേക്ക് തീരദേശ റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത്. കടലുണ്ടിയിൽ നിന്നും തിരികെ ഈ റൂട്ടിൽ തന്നെ വന്ന് ഇവിടെ നിന്ന് നേരെ പൊന്നാനി റൂട്ടിൽ പോയിട്ട് ചമ്രവട്ടം പാലം കഴിഞ്ഞ് നേരെ പോകുന്നത് ഗുരുവായൂർക്കാണ്. ഡയറക്റ്റ് ഗുരുവായൂർ പോവുകയാണ്. നമ്മളിനി തിരൂര് കോട്ടയ്ക്കൊന്നും പോകത്തില്ല, തീരദേശ റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി അതിർത്തി പങ്കിടുന്ന കടലുണ്ടി, വള്ളിക്കുന്ന് എന്നീ ഗ്രാമപഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി പക്ഷി സങ്കേതം. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഈ മേഖല ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയാണ്. ഞങ്ങൾ വീണ്ടും ആനങ്ങാടി പരപ്പനങ്ങാടി റൂട്ടിലേക്ക് വന്ന് എൻ്ററായി. ഇവിടെ നിന്ന് ലെഫ്റ്റ് മെയിൻ റോഡായി തിരൂർ കടലുണ്ടി റോഡിലോട്ടാണ് ഞങ്ങൾ വന്ന് എൻ്ററായിരിക്കുന്നത്. വലത്തോട്ട് തിരൂരും ഇടത്തോട്ട് ഈ റൂട്ട് കടലുണ്ടി റൂട്ടാണ്. ഇനി 5.3 കിലോമീറ്റർ സ്ട്രൈറ്റ് പോയിട്ട് പിന്നെ ജസ്റ്റ് റൈറ്റ്. ഇവിടെ നിന്നൊരു 6 കിലോമീറ്ററാണ് കാണിക്കുന്നത്. കടലുണ്ടിക്കടവ് പാലമാണ് ഈ കാണുന്നത്. കടലുണ്ടിക്കടവ് പാലം. ആ കാണുന്നത് റെയിൽവേ ട്രാക്കാണ്, റെയിൽവേ ലൈനാണ്. കടലുണ്ടി പക്ഷി സങ്കേതം ഉൾപ്പെടെയാണ് ഈ കാണുന്നത്. കടലുണ്ടി കായൽ, ഇടത് സൈഡിൽ കായലും കടലും സംഗമിക്കുന്നു. ഇവിടെ വലത് ഭാഗത്തെ കാഴ്ചകൾ നമ്മൾ തിരിച്ചുവരവും കാണിക്കും. കടലുണ്ടി കായൽ പാലം. കടലുണ്ടി പുഴയ്ക്ക് അഴക് ചാർത്തി നിൽക്കുന്ന കണ്ടൽക്കാടുകളും ദേശാടന പക്ഷികളുടെയും മറ്റു സ്വദേശ പക്ഷികളുടെയും സാന്നിധ്യവും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. തീരെ ഇടുങ്ങിയ വഴിയാണ് ചെമ്പയത്തോട് പാലം. ഈ പാലം കഴിഞ്ഞ് 260 മീറ്റർ ചെന്നിട്ട് വലത്തോട്ട് നിന്നാണ് കാണിക്കുന്നത്. 190 മീറ്റർ. അനേക ഇനം മത്സ്യങ്ങൾ, ഞണ്ടുകൾ, തവളകൾ, കടലാമകൾ ഉൾപ്പെടെയുള്ള വിവിധ ഇനം ഉരകങ്ങൾ, സസ്തനികൾ, വിവിധ സസ്യങ്ങൾ എന്നിവയുടെ ആവാസ കേന്ദ്രവുമാണ് ഇവിടം. 3 ഭാഗവും പുഴകൾ. പടിഞ്ഞാറ് അറബിക്കടൽ. പ്രകൃതി കനിഞ്ഞരുളിയ സ്ഥലമാണ് കടലുണ്ടി. കടലുണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 750 മീറ്റർ മാത്രം അകലെയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവായ കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളിത് കടലുണ്ടി പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിരിക്കുകയാണ്. 30 രൂപയാണ് ഇവിടെ പാർക്കിംഗ് ഫീസ്. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ ബോട്ട് ഹൗസിൻ്റെ അവിടെ ചെല്ലുമെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം ബേർഡ് സാങ്ച്വറിയിൽ ഇവിടെ ഇങ്ങനെ ഒരു വള്ളം കിടപ്പുണ്ട്. നമുക്ക് ഏതായാലും ഞാൻ അപ്പുറം ഒന്ന് ബോട്ട് ക്ലബ്ബ് വരെ പോയിട്ട് വരാം. അറബിക്കടലിൻ്റെ അഴിമുഖത്തായി 154 ഹെക്ടർ ഭൂമിയിലാണ് ഈ കടലുണ്ടി റിസർവ്. അതിൽ 30 ഹെക്ടർ ഭൂമി കണ്ടൽ വനമേഖലയാണ്. ദേശാടന പക്ഷികളുടെ പറുദീസയാണ് ഈ കണ്ടൽക്കാടുകൾ. അത്രയും മനോഹരമായ കാഴ്ചകളുടെ ഇടമാണെങ്കിലും കടലുണ്ടി എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്നത് ഒരു ദുരന്ത സ്മൃതിയാണ്. 2001 ജൂൺ മാസത്തിൽ കടലുണ്ടി പുഴയുടെ ആഴങ്ങളിലേക്ക് പതിച്ച മംഗലാപുരം ചെന്നൈ മെയിൽ ട്രെയിനും അന്ന് പൊലിഞ്ഞ 70ലേറെ ജീവിതങ്ങളും ഒരു നീറ്റലായി ഇന്നും ഓർമ്മയിൽ മായാതെ നിൽക്കുന്നു. 163 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1861 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈനിലെ കടലുണ്ടി റെയിൽ പാലമാണ് 2001 തീവണ്ടി ദുരന്തത്തിൽ തകർന്നത്. അന്നു തകർന്ന പാലത്തിൻ്റെ തൂണുകളും ദുരന്ത കാരണം കണ്ടെത്താൻ സ്ഥാപിച്ച കിണറും ഇന്നിവിടെ കാണാൻ സാധിക്കും. ഇന്ന് പുതിയ പാലത്തിലൂടെ ട്രെയിനുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. കടലുണ്ടി പുഴയുടെ മടിത്തട്ടിലൂടെയുള്ള തോണിയാത്രാ സൗകര്യം കടലുണ്ടി റിവർ ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അടുത്തടുത്തായി 5ഓളം ദ്വീപുകളാണ് കടലുണ്ടിയിൽ ഉള്ളത്. മണലൂറ്റായിരുന്നു മുമ്പ് ദ്വീപ് നിവാസികളുടെ പ്രധാന തൊഴിൽ. മണലൂറ്റ് നിരോധിച്ചതോടെ മീൻ പിടിക്കാനായി ആ വള്ളങ്ങൾ ഉപയോഗിച്ചു. എന്നാൽ മീനുകളുടെ ലഭ്യതയിൽ കുറവ് വന്നതോടെയാണ് മറ്റു ജീവിതമാർഗമില്ലാതെ ഇന്നാട്ടുകാർ ഈ വള്ളങ്ങൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ ടൂറിസം പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചതും നടപ്പിലാക്കിയതും.
കുറച്ച് മുന്നോട്ട് പോയിട്ട് അടുപ്പിലും വിചാരിക്കും ചെയ്തോളൂ സാധാരണ ഫൈൻ നിങ്ങൾക്ക് കൂട്ടാം. ടൈപ്പല്ല, 1 മണിക്കൂർ 2 മണിക്കൂർ 1 മണിക്കൂർ 2 മണിക്കൂർ ടൈമാണ് പ്രശ്നം. വൈകുന്നേരം 5 മണിക്ക് 2 മണിക്കൂർ കിട്ടത്തില്ല. 5 മണിക്ക് ടിക്കറ്റ് കൗണ്ടർ പൂട്ടും, 6 മണിക്ക് അവസാനിക്കും. 1 മണിക്കൂർ റൈഡിന് 1 മണിക്കൂറിന് 800 രൂപയാണ് ഇവര് സർവീസ് ചാർജ്. പ്രൈവറ്റ് ആണ് തോന്നിയത്. 8 പേര്. 2 മണിക്കൂറാണെങ്കിൽ 2 മണിക്കൂർ 1500. അത് കടലിന്റെ ഇപ്പോൾ മലപ്പുറം ഡിസ്ട്രിക്ട് ആണ്. അത് അറേബ്യൻ സീ, അപ്പുറം 3 ഐലൻഡ്, ഇത് റെയിൽവേ ട്രാക്ക്. ഈ കടലിന്റെ ദുരന്തം നടന്ന എവിടെയാണ്? 2021 ഈ ട്രാക്കിന്റെ എൻഡ് അപ്പുറത്തെ ശരി ശരി. ചെന്നൈ മദ്രാസ് മെയിൽ. അതെ, 56 ആള് ഇതായ സംഭവം. എങ്ങനെയുണ്ടായിരുന്നു റൈഡ്? നന്നായിട്ടുണ്ട്. എവിടെയാണ് നിങ്ങളുടെ സ്ഥലം? ആന്ധ്രയാണ്. ഓക്കെ, സൂപ്പർ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറാണ്. പൈസ അവിടെ കൊടുത്താൽ മതി, ഡ്രൈവറെ എടുത്ത് കൊടുത്താൽ മതി. ചുള്ളിക്കണ്ടൽ, ഉപ്പട്ടി, കണ്ണാമ്പൊട്ടി, ചെറുകണ്ടൽ, പീക്കണ്ടൽ, കുറ്റിക്കണ്ടൽ, ചെറു ഉപ്പട്ടി, ഒതളം, ചക്കരക്കണ്ടൽ തുടങ്ങിയ 9ലേറെ ഇനത്തിൽപ്പെട്ട കണ്ടലുകളാൽ സമ്പന്നമാണ് കടലുണ്ടിയിലെ കണ്ടൽക്കാടുകൾ. ഈ കണ്ടൽക്കാടുകൾ തന്നെയാണ് ലോകത്തിലെ വിവിധ ദേശങ്ങളിലുള്ള ദേശാടന പക്ഷികളെ ആകർഷിക്കുന്നതും. കടലുണ്ടിയുടെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. കാരണം ബോട്ടിങ്ങിന് സമയം അതിക്രമിച്ചതിനാൽ 1 മണിക്കൂർ റൈഡ് അല്ലെങ്കിൽ 2 മണിക്കൂർ റൈഡ് 1 മണിക്കൂറിന് 800 രൂപയും 2 മണിക്കൂറിന് 1500 രൂപയുമാണ്. പരമാവധി 8 പേർക്ക് പോകാം. പ്രൈവറ്റ് വള്ളമാണ്. കടത്ത് വെള്ളം തുഴഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഇവിടെ എത്തിയ സമയം അല്പം വൈകിപ്പോയി. അതുകൊണ്ട് 1 മണിക്കൂറുള്ള റൈഡ് പോയി വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ കാഴ്ചകൾ ഇത്രയും ഇവിടെ തൽക്കാലം ഒതുക്കുകയാണ്. മറ്റൊരവസരത്തിൽ കടലുണ്ടിയുടെ മുഴുവൻ കാഴ്ചകളും ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. ബാക്കി പോകുന്ന കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം.